ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെറും 3 ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇത് വെറൈറ്റി ആയ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി, നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വത്തക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള വത്തക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വത്തക്ക എന്നാണ് പറയാറുള്ളത് നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഈ വത്തക്കേൻ്റെ ഒരു പകുതി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അത്യാവശ്യം നല്ല മധുരമുള്ള വത്തക്കയായിരുന്നു ഇത്. അപ്പം ഇതിന് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പകുതി ഉണ്ടല്ലോ, ആ ഒരു പകുതിയിൽ നിന്ന് ഞാൻ ഇതുപോലെ പൾപ്പ് മാറ്റിയെടുക്കുകയാണ്. ഇത് ഇങ്ങനെ ചുരണ്ടി എടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സമയം വെറുതെ കളയേണ്ട വെച്ചിട്ടാണ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ട വെച്ചിട്ടാണ് ഇതൊന്നും കാണിക്കാതിരുന്നത്. അങ്ങനെ അത് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ തോട് മാറ്റി വെക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത പൾപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മാക്സിമം കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുരു അടിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി കേട്ടോ. വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തുള്ള വിപ്പിംഗ് ക്രീം അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, മിൽക്ക് മെയ്ഡ്. അപ്പം അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതിന് ഇങ്ങനെ മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ മധുരം ചേർത്തിട്ടില്ല. അപ്പം വത്തക്കൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു തൊണ്ട് മാറ്റി വെച്ചിട്ടില്ല, നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഒരു ദിവസം തന്നെ വെക്കണം കേട്ടോ, എന്നാലുള്ള ആയി കിട്ടുക. അങ്ങനെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. കുറച്ചൊന്ന് ചിന്തി പോയിട്ടുണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചപ്പോൾ. അങ്ങനെ എന്നിട്ട് ഇതിനി മുറിച്ചെടുക്കട്ടോ. മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും കേട്ടോ. നമ്മുടെ തോള് നന്നായിട്ട് ഫ്രീസായി വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു പീസ് പ്രശ്നം നല്ല കഷ്ടപ്പാടായിരുന്നു പകുതിയൊക്കെ മുറിക്കാൻ. പിന്നെ നന്നായിട്ട് കിട്ടിയിട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈസിയാണ് കേട്ടോ മുറിച്ചെടുക്കാനൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇത്. വേറെ ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മറ്റേ മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ലോലിപ്പോപ്പിൻ്റെ ഒക്കെ ഐസിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ചെയ്യുക, അതിൽ ചെയ്യുക. നമ്മൾ കുൽഫി പോലെ ആക്കിയിട്ട് അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലാസ്സിലിട്ടിട്ട് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊരു വെറൈറ്റി രീതിയിൽ തയ്യാറാക്കിയെന്ന് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റിസ്നാസ് വീഡിയോയുടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.